നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കറണ്ടിന്റെയും വെള്ളത്തിന്റെയും ബില്ലുകൾ എല്ലാവരും കൂടി തുല്യമായി പങ്കിട്ടടയ്ക്കണം. വീട്ടുവാടകയിലും തുല്യമായ ഷെയർ ഉണ്ടാവണം. വന്ദനയ്ക്കിപ്പോ ജോലിയൊന്നുമില്ല. പിന്നെ ദേമോളുടെ പ്രശ്നം അവൾക്കുണ്ട്. പിന്നെ വിനു. അവരുടെ മുഴുവൻ ചെലവും മാധവേട്ടൻ തന്നെ വഹിക്കും. ഇത് നല്ല കൂത്ത്. സ്വന്തം മക്കളുടെ ചെലവ് നോക്കാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അനാഥരുടെ മാത്രം ചെലവ് നോക്കുന്ന ഏർപ്പാട് കൊള്ളാം. ഇത് ഞാൻ സമ്മതിക്കില്ല. ഏട്ടന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. മക്കള് കഴിഞ്ഞിട്ട് മതി വലിഞ്ഞു കയറി വന്നവരുടെ കാര്യം. നീ ആരോട് എന്നെ ഉപദേശിക്കാൻ? ഒരാനയ്ക്ക് തിന്നാനുള്ള വെട്ടി വിഴുകുന്ന ജന്തു. ഇവൻ പോയി അധ്വാനിച്ച് കുടുംബത്തെ ചെലവിനുള്ള പണം കൊണ്ടുവരട്ടെ. എന്നിട്ട് മതി ചർച്ചയിൽ പങ്കെടുക്കുന്നതൊക്കെ. ഇറങ്ങി പോടാ പൊട്ട. നിന്റെ പ്രണയെ തല്ലുന്നതൊന്നും വലിയ മിടുക്കൊന്നുമല്ല. ശാപം കിട്ടും. ഏട്ടനിപ്പോ പൊട്ടാന്ന് ആക്ഷേപിച്ചു വിളിച്ചല്ലോ. അത് ഈ പാവത്തിന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. നമ്മുടെ ഗോകുലിനാണ് ഇങ്ങനെ ഒരു കുറവെങ്കിൽ പ്രകാശ് ഏട്ടൻ ഇങ്ങനെ നീട്ടി വിളിക്കോ പൊട്ടാന്ന്? ഇല്ല. അപ്പോ ചങ്ക് പെടയും. ദേമോളുടെ ബിനുവേട്ടന്റെ കാര്യം ഓർത്ത് ഇവിടെ ആരും തല പോകിക്കേണ്ട. അവരുടെ ചെലവൊക്കെ ഞാൻ നോക്കിക്കോളാം. കാൽ കാശിന് പോക്കില്ലാത്ത ചേച്ചി എവിടെ നിർത്തി ചെലവ് നോക്കാനാ? നിന്നെ പോലെ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നുള്ള സ്വപ്നമൊന്നും എനിക്കില്ല. കിട്ടുന്ന ജോലി എന്തായാലും ഞാൻ ചെയ്യും. ഒരു പക്ഷെ തൊഴിലൊന്നും കിട്ടിയില്ലെങ്കിൽ പ്രകാശേട്ടന്റെ അമ്മായിയമ്മയെ പോലെ വീട് തോറും നടന്ന് എച്ചിൽ പാത്രം കഴുകും. അതിനെനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. വിനോട്ടാ, ഭാഗ്യം മാധവനിതൊന്നും കേൾക്കേണ്ടി വന്നില്ലല്ലോ. കേടായ ഏതോ വണ്ടി ശരിയാക്കാൻ പോയതാ. ഇതൊക്കെ കേട്ട എന്റെ മോന്റെ ചങ്കു പെടയും. എന്റെ മോനൊരു പാവാ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പാ, ഭഗവാനെ, എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.